KPCC നേതൃയോഗമുണ്ട്, അതുപോലെ UDF ഏകോപന സമിതിയും ചേരുന്നുണ്ട്. വലിയ വിജയം 2019 ഇതുപോലെ തന്നെ ഒരു വിജയം UDFന് ഉണ്ടായിട്ടും ആ പാർട്ടിയെ, കോൺഗ്രസിനെ വല്ലാതെ സംഘടനാപരമായി ബാധിക്കുന്ന വിഷയങ്ങൾ നിരവധിയായി ഉയർന്നുകൊണ്ടിട്ടുണ്ട്. ജയത്തിലും പരാജയത്തിലും. പരാജയത്തിൻ്റെ കാരണങ്ങൾ, ജയത്തിൻ്റെ ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ വിജയം തന്നെ ഭൂരിപക്ഷമൊക്കെ കുറയുന്ന വിധത്തിൽ ഉണ്ടായത് എങ്ങനെയെന്ന് ശശി തരൂരിൻ്റെയൊക്കെ പരാതി തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കാൻ KPCC നേതൃയോഗത്തിന് ഇന്ന് കഴിയുമോ? UDF യോഗത്തിന് കാര്യമായ സ്പേസ് ഇക്കാര്യങ്ങളിലുണ്ടോ? ശരത്ത്, ഇന്ന് പ്രധാനപ്പെട്ട UDFനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ ഇന്ന് ചേരുന്നുണ്ട്. ഒന്ന് KPCCയുടെ വിശാല എക്സിക്യൂട്ടീവാണ്, നേതൃയോഗമാണ് ഇന്ന് ചേരുന്നത്. രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ മുതൽ MLA ജനപ്രതിനിധിമാരായിട്ടുള്ള MLAമാരും MP മാരടക്കം ഇന്ന് യോഗത്തിൽ പങ്കെടുക്കും. KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരെയും ഇന്നത്തെ യോഗത്തിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ബൂത്തടിസ്ഥാനത്തിലും വിവിധ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച വോട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ, DCCകൾ നൽകിയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലുള്ള യോഗമാണ്. DCC അധ്യക്ഷന്മാരും ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അജണ്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശരത്ത് സൂചിപ്പിച്ചത് കോൺഗ്രസിനുള്ളിലെയും UDFിനുള്ളിലെയും വലിയ പൊട്ടിത്തെറി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ K മുരളീധരൻ്റെ പരാജയമാണ്. K മുരളീധരൻ തന്നെ ഇക്കാര്യത്തിൽ പരസ്യമായി രംഗത്തെത്തി. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു തൽക്കാലത്തേക്കെന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിൽ നിന്ന് K മുരളീധരൻ പിന്നോട്ട് പോയിട്ടുമില്ല. അദ്ദേഹത്തിന് അനുനയിപ്പിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ KPCC അധ്യക്ഷൻ തന്നെ നേരിട്ട് നടത്തി. പക്ഷേ VD സതീശൻ ഇക്കാര്യങ്ങളിൽ അതേ സമീപനമല്ല, ഉദാര സമീപനമല്ല K മുരളീധരനോട് സ്വീകരിക്കുന്നത്. മുതിർന്ന നേതാക്കളൊക്കെ K മുരളീധരനൊപ്പമാണ്. ഇത്തരത്തിൽ തൃശ്ശൂരിൻ്റെ പരാജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയി. മാത്രമല്ല BJPക്ക് വിജയമുണ്ടായി. ഈ പറഞ്ഞ 7 മണ്ഡലങ്ങളിലും UDFൻ്റെ വോട്ട് BJPയിലേക്ക് പോയി എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. കണക്കുകൾ വസ്തുതാപരമാണ്. മുഖ്യമന്ത്രി നിയമസഭയിലടക്കം ഈ കണക്കുകൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചത്. BJPക്ക് വിജയത്തിന് വഴിവെച്ചത് തൃശ്ശൂരിൽ കോൺഗ്രസ്സാണ്, UDF ആണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ഇതിനുള്ള നീരസമാണ് K മുരളീധരൻ പരസ്യമായി ഉന്നയിച്ചത്. ഒപ്പം തന്നെ ആലത്തൂരിലെ പരാജയം സംബന്ധിച്ച് വലിയ വിമർശനമുണ്ട്. സ്ഥാനാർത്ഥി നമുക്കൊപ്പമല്ലായിരുന്നു, തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ വലിയ പ്രക്രിയയിൽ വലിയ തരത്തിലെ വീഴ്ച സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് DCC അധ്യക്ഷൻ തന്നെ പരസ്യമായി പ്രതികരിച്ചു. അങ്ങനെ അവിടെയും വലിയ തരത്തിലെ വിമർശനമുണ്ട്. ഈ 2 കാര്യങ്ങളും ഇന്നത്തെ നേതൃയോഗത്തിൽ ഉന്നയിക്കും. മറ്റൊരു കാര്യം സംഘടനാ പുനഃസംഘടന. നേരത്തെ തന്നെ ഈ KPCC സെക്രട്ടറിമാരെ, മുല്ലപ്പള്ളിയുടെ കാലത്തുണ്ടായിരുന്ന സെക്രട്ടറിമാരെ വീണ്ടും തുടരാൻ അനുവദിച്ചു. ഒപ്പം തന്നെ DCC അധ്യക്ഷന്മാർ, ഒന്ന് തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ വയനാട്, ആലപ്പുഴ തുടങ്ങിയ DCC അധ്യക്ഷന്മാരെ അടിയന്തരമായി മാറ്റണം എന്ന നിലപാട് നേതൃത്വത്തിനുണ്ട്. ഈ നേതാക്കളൊക്കെ തന്നെ VD സതീശനോടൊപ്പം നിൽക്കുന്ന ആളാണ് തിരുവനന്തപുരത്തെ DCC അധ്യക്ഷൻ പാലോട് രവി. എന്നാൽ ബാബു പ്രസാദ്, ആലപ്പുഴയിലെ DCC പ്രസിഡന്റ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ നേതാക്കൾ ആരെ പിന്തുണയ്ക്കും, ആരെ തള്ളുമെന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തെ DCC സമ്പൂർണ്ണ പരാജയമാണെന്ന റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അവർ AICC നേതൃത്വത്തിനാണ് ശശി തരൂർ പരാതി നൽകിയത്. ശശി തരൂർ മല്ലികാർജ്ജുന ഖാർഗെയോട് നേരിട്ട് കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് BJP മുന്നേറ്റത്തിന് വഴിവെച്ചു. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കി. നേമത്ത് 22,000 വോട്ടാണ് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തത്. അതോടൊപ്പം വട്ടിയൂർക്കാവിലും ഒപ്പം തന്നെ കഴക്കൂട്ടത്തും BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് സംഘടനാ പുനഃസംഘടന ഒരു പ്രധാന വിഷയമാണ്. KPCC അധ്യക്ഷൻ മാറണമെന്ന ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. VD സതീശൻ്റെ മാത്രം തിരഞ്ഞെടുപ്പ് ഓപ്പറേഷനാണ് വിജയം കണ്ടത് എന്ന തരത്തിലുള്ള PR ഓപ്പറേഷൻ VD സതീശൻ്റെ അനുഭാവികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാറണമെങ്കിൽ 2 പേരും മാറണം എന്ന നിലപാട് K സുധാകരനുണ്ട്. അങ്ങനെ കലങ്ങി മറിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്നത്തെ KPCC നേതൃയോഗം ചേരുന്നത്. ഒപ്പം തന്നെ വൈകിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ UDFൻ്റെ യോഗവും ചേരുന്നുണ്ട്. UDFൻ്റെ യോഗത്തിലും പ്രധാനപ്പെട്ട വിഷയം വോട്ട് ചോർച്ച തന്നെയാണ്. BJP മുന്നേറ്റം വളരെ ഗൗരവതരമായി കാണണം എന്ന് ലീഗ് പറയുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം UDFൻ്റെ സംഘടനാ സംവിധാനം കൊണ്ടല്ല, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിധിയെഴുത്തുണ്ടായി. അതിൽ കേരളത്തിലെ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. ഈ ഒരു നിലപാട് മനസ്സിലാക്കാതെ സംഘടനയുടെ വിജയമാണ് UDFൻ്റെ വിജയമാണെന്ന് കണക്കാക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി നേരിടും എന്ന് ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കും. ഇന്നത്തെ UDF യോഗത്തിലും ഇത്തരം ചർച്ചകൾ ഉണ്ടാകും. ശരത്.
റൈറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നൃപൻ സൂചിപ്പിച്ചതുപോലെ വലിയ വിജയത്തിൽ പോലും സംഘടനാപരമായ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ ബാധിക്കും വിധമുള്ള നിലയിൽ ആഴത്തിലുണ്ട്. അത് എങ്ങനെ പരിശോധിച്ച് ആ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ ഒരു ശൈലി അനുസരിച്ചും സംഘടനാ രീതി അനുസരിച്ചും എത്രമാത്രം പരിശോധിക്കാൻ കഴിയും എന്നൊരു പ്രശ്നം അതിനകത്ത് നിൽക്കുന്നു. ഇതൊക്കെ അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തൃശ്ശൂരിലെ വലിയ തോൽവിയേക്കാൾ ഉപരി BJPയുടെ വിജയത്തിന് സഹായകരമായി കോൺഗ്രസിനും UDFനും സംഭവിച്ചിട്ടുള്ള വലിയ പരാജയമുണ്ട്. ആ പരാജയത്തിലൂടെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുരളീധരൻ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുരളീധരൻ പറഞ്ഞത് അന്വേഷണമൊന്നും വേണ്ട, അന്വേഷണത്തിൻ്റെയൊക്കെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതിനകത്ത് തന്നെ കോൺഗ്രസ് ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക, എങ്ങനെ അതിനെ സമീപിക്കും, എന്ത് പരിഹാരം ഉണ്ടാകും എന്ന കാര്യത്തിൽ നല്ല ധാരണ അദ്ദേഹത്തിനുണ്ട് എന്ന വാക്കുകളിൽ അന്ന് തന്നെ വ്യക്തമായതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് KPCC നേതൃയോഗം ചേരുന്നത്. ഇപ്പോൾ നൃപൻ സൂചിപ്പിച്ചതുപോലുള്ള വിഷയങ്ങളൊക്കെ അവിടെ പരാമർശിക്കപ്പെടും. അത് ഏത് നിലയിൽ അഭിസംബോധന ചെയ്യും, ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചർച്ചകളിൽ നിന്ന് വരാനിരിക്കുന്ന വിവരങ്ങൾ, ഇതെല്ലാമാണ് ഇന്നത്തെ ഈ ദിവസം കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് UDFുമായി ബന്ധപ്പെട്ടൊക്കെ വരാനിരിക്കുക. UDF നേതൃയോഗവും ഇന്ന് അതിനുശേഷമുണ്ട് നൃപൻ സൂചിപ്പിച്ചതുപോലെ.